എല്ലാവരും പരിശുദ്ധമായ റമളാനിന്റെ നോമ്പുകളൊക്കെ നോറ്റ് ഒരുപാട് പുണ്യങ്ങളൊക്കെ നേടി ഒരുപാട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നവരാണ്. മക്കൾക്ക് നിങ്ങളെല്ലാവരും ഇപ്പൊ ഡ്രസ്സുകൾ എടുക്കുന്നവരാണ്. അതുപോലെ ഭാര്യക്ക്, ഭർത്താവിന്, ഉമ്മക്ക്, ഉപ്പക്ക്, അങ്ങനെ നിങ്ങൾ വസ്ത്രമെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ് ഓരോരുത്തരും. എന്നാൽ നമ്മൾ ഈ പോകുമ്പോ നമ്മൾ നോക്കും നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, അതനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. ഉബൈദ റളിയല്ലാഹു തആല അൻഹു, പരിശുദ്ധരായ മഹാനുഭാവൻ, ഒരു വേള ഒരു 3 ആളുകളുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാൻ, 3 ആളുകളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉബൈദ റളിയല്ലാഹു തആല അൻഹു 3 ആളുകളുമായിട്ട് വർത്തമാനം പറയുന്നത് അതീവ രസമായിട്ടാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, വസ്ത്രമെടുത്തോ? ആ സമയമാണ് അവരിൽപ്പെട്ട 2 പേര് ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വസ്ത്രമെടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് കടന്നു പോകുമ്പോ ഉബൈദ റളിയല്ലാഹു അൻഹു യാത്രയുടെ മധ്യത്തിൽ ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾ ആർക്കൊക്കെയാണ് വസ്ത്രമെടുത്തത്? ആ സമയത്ത് അവരിൽപ്പെട്ട 2 പേര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ പുന്നാര മക്കൾക്ക് ഞാൻ വസ്ത്രമെടുത്തിട്ടുണ്ട്, എന്റെ പുന്നാര മക്കളുടെ ആഗ്രഹമനുസരിച്ച് വസ്ത്രമെടുത്തിട്ടുണ്ട്. ആ പൊന്നുമക്കളുടെ കണ്ണിന് കുളിർമയുള്ള രീതിയിൽ ഞാൻ വസ്ത്രമെടുത്തുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് ചോദിച്ചു, നീയോ? ഞാൻ എന്റെ ഭാര്യക്കെടുത്ത്, മക്കൾക്കെടുത്തു. അപ്പൊ മഹാനുഭാവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്നാൽ നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഉണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ ഡ്രസ് എടുത്തോ? നിങ്ങളുടെ ഉമ്മക്കും ബാപ്പക്കും നിങ്ങൾ മേടിച്ചു കൊടുത്തോ? ആ സമയത്താണ് അവര് പറയുന്നത്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അവർക്കും വസ്ത്രം മേടിച്ചു, ഞങ്ങൾ അവർക്കും നല്ല വസ്ത്രം മേടിച്ചു, ഉമ്മാക്ക് ഉപ്പാക്ക് നല്ല ഡ്രസ് എടുത്തു കൊടുത്തു. അപ്പൊ മഹാനുഭാവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, മോനെ, നീ എന്തേ ഡ്രസ് എടുക്കാതിരുന്നത്? നീ എന്തേ വസ്ത്രമെടുക്കാതിരുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി വല്ലാത്ത മറുപടിയാണ്. വല്ലാതെ കരഞ്ഞിട്ട് പറയുന്നു, ഞാൻ എങ്ങനെ ഡ്രസ് എടുക്കാനാ? ഞാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി പോകുമ്പോ എന്റെ മക്കൾക്ക് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ദിർഹമുകൾ എന്റെ കയ്യിൽ കരുതിയിരുന്നത്. അതുമായി ഞാൻ നടന്നു പോയാൽ എനിക്കുമ്മയും ബാപ്പയും എല്ലാവരും മരിച്ചുപോയി. ഞാൻ അങ്ങനെ പ്രിയപ്പെട്ട എന്റെ മക്കൾക്ക് വേണ്ടി എടുക്കാൻ നടക്കുമ്പോ ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നൊരു കൊച്ചു കുഞ്ഞ് കരയുന്നത് കണ്ടു. ആ പ്രിയപ്പെട്ട പുന്നാര മകന്റെ അരികത്ത് പോയി ചോദിച്ചു, കുഞ്ഞേ, എന്തിനാണ് മോനെ കരയുന്നത്? അവൻ പറഞ്ഞു, എല്ലാവരും പുത്തനുടുപ്പിട്ടു, എല്ലാവരും പുത്തനുടുപ്പിട്ടു, എനിക്ക് മാത്രം ഒരു പുത്തനുടുപ്പില്ല, എനിക്ക് മാത്രം നല്ല ഒരു ഉടുപ്പുമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, അല്ലാഹുവേ, ബാപ്പയില്ലാത്ത കുട്ടി ഇരുന്നിങ്ങനെ കരയുമ്പോൾ എന്റെ മക്കൾക്ക് ഞാൻ വസ്ത്രം മേടിച്ചു കൊടുത്തിട്ട് അവരടിച്ചു പൊളിച്ചു പോകുമ്പോ ഈ കുഞ്ഞുമോന്റെ മനസ്സ് പിടയൂലേ റബ്ബേ. അങ്ങനെ അതാ പ്രിയപ്പെട്ട പുന്നാര മക്കൾ എന്ത് ചെയ്തെന്നറിയോ? 2 മക്കളെ അരികത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ, ഉപ്പ ഒരു കാര്യം പറഞ്ഞാ നിങ്ങൾ സമ്മതിക്കുമോ? മക്കൾ ചോദിച്ചു, പറ ഉപ്പ, ഞങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് ഇപ്രാവശ്യം പുതിയ വസ്ത്രം എടുക്കാൻ നമ്മൾ പോകുന്നിരിക്കട്ടെ, നിങ്ങളുടെ കൂടെ ഉമ്മയും ബാപ്പയും ഇല്ലാതെ നിങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞുമോൻ, അവനിക്ക് വസ്ത്രമില്ല, നിങ്ങൾ എന്താ ചെയ്യും? മൂത്ത മകൻ പറഞ്ഞു, വല്ലാഹി യാ അബീ, എന്റെ ഉപ്പ, നിങ്ങൾ അവനിക്കാണ് വസ്ത്രം മേടിച്ചു കൊടുക്കേണ്ടുന്നത്. ഞങ്ങൾക്ക് വസ്ത്രങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് വസ്ത്രം വേണ്ട, നിങ്ങൾ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്ക്. ഉടൻ തന്നെ മഹാനുഭാവൻ അവിടെ നിന്ന് ഈ മക്കൾക്ക് വെച്ചിരുന്ന ആവുള്ള കാശെടുത്തിട്ട് അനാഥ കുട്ടിക്ക് അവിടെ നിന്ന് വസ്ത്രം മേടിച്ചു കൊടുത്തു. ഇത് ഉബൈദ റളിയല്ലാഹു തആല അറിഞ്ഞുകൊണ്ട് പറയുന്നു, വല്ലാഹി ഉബൈദേ, നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും നല്ല പുണ്യം. ആ നാട്ടിലുള്ള
അനാഥ മക്കളുണ്ടോ എന്ന് തിരക്കണം ഒരാള്. ഒരു ജോഡി വസ്ത്രം 2ഉം 3ഉം 4ഉം ജോഡി വസ്ത്രമെടുക്കുമ്പോ ഒരു ജോഡി വസ്ത്രമെടുത്തിട്ട് വാപ്പയില്ലാതെ സങ്കടപ്പെടുന്ന വിഷമത്തിൽ കഴിയുന്ന പുന്നാര മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടു കൊടുത്താൽ അൽഹംദുലില്ലാഹ് നാളെ മരിക്കുമ്പോ അള്ളാഹു നമുക്ക് നല്ല വസ്ത്രം തരുമല്ലോ. നാളെ മരിക്കുന്ന സമയം അള്ളാഹു നമുക്ക് നല്ല വസ്ത്രം തരും, സുന്ദരമായ വസ്ത്രം തരും, നമ്മൾ കൊതിക്കുന്ന വസ്ത്രം തരും. പിന്നീട് എന്താണ് ചെയ്യേണ്ടെന്ന് അറിയപ്പോ ഒന്നാമത്തത് അനാഥ മക്കളെ കൂടെ പരിഗണിക്കുക. രണ്ടാമത് അവിടുന്ന് വസ്ത്രമെടുക്കാൻ നേരത്ത് ഏറ്റവും നല്ല ദിവസത്തെ നമ്മൾ സെലക്ട് ചെയ്യുക. എല്ലാ ദിവസവും വസ്ത്രമെടുക്കാൻ പോകരുത്, എല്ലാ ദിവസവും നമ്മൾ വസ്ത്രത്തിന് വേണ്ടി കടന്നു പോകരുത്. ഏറ്റവും നല്ല ദിവസം നോക്കിയിട്ടെടുക്കണം. അൽഹംദുലില്ലാഹ് നോമ്പല്ലേ എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്, അത് നല്ലതല്ല. അതുകൊണ്ട് നല്ല ദിവസം സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് ആദ്യത്തെ വസ്ത്രം എടുത്തിടുമ്പോൾ, ആദ്യത്തെ വസ്ത്രം എടുക്കുമ്പോ തന്നെ അതിൽ ബറക്കത്ത് വേണമല്ലോ. ബിസ്മില്ലാഹ്, നിങ്ങൾ ബിസ്മി ചൊല്ലാൻ മറക്കരുത്, ബിസ്മി ചൊല്ലാൻ മറക്കരുത്. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു രോഗം തരാതിരിക്കാൻ, നിങ്ങൾക്ക് അള്ളാഹു സങ്കടം തരാതിരിക്കാൻ, നിങ്ങൾക്ക് അള്ളാഹു വിഷമങ്ങൾ തരാതിരിക്കാൻ. പിന്നീടോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിരു ഇന്നഹു കാന തവ്വാബാ. നല്ല മനസ്സ് കൊടുക്കണം, നല്ല നീയത്ത് കൊടുക്കണം, നല്ല സന്തോഷം കൊടുക്കണം, നല്ലതുപോലെ കടന്നു വരണം. ഈ സൂറത്തും നിങ്ങൾ ഓതുകയാണോ അത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ എത്ര നല്ല പുതിയ വസ്ത്രമാണെങ്കിലും ഒന്ന് കഴുകി ഉപയോഗിക്കലേ ഏറ്റവും ഉത്തമമാണ്. പുതിയ വസ്ത്രം കിട്ടും, പുത്തനുടുപ്പല്ല, അതന്ന് പെരുന്നാക്ക് പള്ളിയിൽ അടിപൊളി, ആ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്ത് വേണം? നല്ലത് ഒന്ന് കഴുകിയിടലാണ് ഏറ്റവും നല്ലത്. കഴുകിയിട്ട് തേച്ചിടലാണ് ഏറ്റവും നല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് സഹോദരങ്ങളെ. അത് മാത്രമല്ല, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് നിങ്ങൾ ദുആരക്കണം. എങ്ങനെ? അള്ളാഹുവേ, ഇത് ധരിക്കുന്നത് കൊണ്ട് എന്റെ ശരീരത്തൊരു രോഗം തരല്ല റബ്ബേ, ഇതൊരു ബറക്കത്തായി തരണേ റബ്ബേ, ഇതൊരു സന്തോഷമായി തരണേ റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. പിന്നീട് അവിടുന്ന് 17 തവണ ബിസ്മില്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലിയാൽ അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുമെന്നാണ്. അതുകൊണ്ട് നന്മയിലൂടെ കടന്നുപോയി നല്ല ജീവിതം മുന്നോട്ട് വെച്ച് സന്തോഷത്തോടെ കടന്നു വരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, ഖൈറായ വഴികൾ